ഹായ് വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A സെക്ഷൻ ആണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ലക്ഷ്മി കൃഷ്ണൻ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് കണ്ട് ചാനൽ ഇഷ്ടപ്പെട്ട മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. അപ്പൊ നമുക്ക് Q&Aയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യാണ് നമ്മുടെ ഫേസിൽ ടാനിങ് എങ്ങനെ മാറ്റാന്നുള്ളത്. ടാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. പക്ഷെ അത് ഓവർ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ സ്കിന്നിന്റെ കളറും ടോണും ഒക്കെ മാറാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന UVA ലൈറ്റും ഒക്കെ നമ്മുടെ സ്കിന്നിൽ വരുമ്പോഴത്തേക്ക് അത് ഹാർംഫുൾ ആണ് നമ്മുടെ ബോഡിക്ക് തന്നെ അറിയാം. അപ്പൊ അത് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സ്കിന്നെ കവർ ചെയ്യാനായിട്ട് ആ മെലാനിൻ നമ്മുടെ സ്കിന്നെ കവർ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഒരു പരിധി വരെ ഇതിന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത് UV ഇൻഡെക്സ് നോക്കിയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. ഒരു UV ഇൻഡെക്സ് 3 വരെയൊക്കെയാണെങ്കിൽ നമുക്ക് ഫൈനാണ്. അതിന് മുകളിലോട്ടാകുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ വരണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ UV ഇൻഡെക്സ് 10 വരെ പോകുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം എന്താണ് സൺ ടാൻ എന്ന് മനസ്സിലായി, എന്തുകൊണ്ടാണ് സൺസ്ക്രീൻ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലായാലും ഈ ഒരു പോയിന്റ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, പണ്ട് സൺസ്ക്രീൻ വേണ്ടായിരുന്നു, ഇപ്പൊ എന്തുകൊണ്ട് സൺസ്ക്രീൻ ഇമ്പോർട്ടന്റ് ആയിരുന്നു? ഇപ്പൊ മനസ്സിലായില്ല, UV ഇൻഡെക്സിലുണ്ടായ ചേഞ്ച് കൊണ്ടാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് സൺസ്ക്രീൻ വേണം. ഒന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ പ്രസന്റ് ഇരിക്കുന്ന ടാനിങ് മാറ്റാനായിട്ട് പറ്റും? ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടന്റ് ആൽഫ ആർബിറ്റിൻ ആണ്. ഇത് നന്നായിട്ട് സ്കിന്നിന്റെ മെലാനിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ടും സ്കിന്നൊന്ന് ഈവൻ ടോൺ ആക്കാനായിട്ടും പറ്റിക്കുന്ന സാധനമാണ്. ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ ബോഡിയിലൊക്കെ ഈ സിറം യൂസ് ചെയ്യാൻ ഇഷ്യൂ ഒന്നുമില്ല. മാത്രമല്ല നമുക്ക് ഏതൊരു സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റിന്റെ കൂടെയും, അതായത് വിറ്റാമിൻസ് ആയിക്കോട്ടെ, റെറ്റിനോൾ ആയിക്കോട്ടെ, ഗ്ലൈക്കോളിക് ആസിഡ് ആയിക്കോട്ടെ, ഏത് സാധനമായാലും നാസിനമൈഡ്, എന്ത് കോജിക് ആസിഡ് എന്തോ ആയിക്കോട്ടെ, എന്തിൻ്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ആൽഫ ആർബിറ്റിൻ. ബേസിക്കലി നമുക്ക് 2 നേരം യൂസ് ചെയ്യാം. മാത്രമല്ല 2% ഒക്കെയാണ് നമ്മൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ആൽഫ ആർബിറ്റിൻ യൂസ് ചെയ്യുമ്പോൾ വരുന്നില്ല. മാത്രമല്ല ഇപ്പൊ നിങ്ങൾ കറന്റ് ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്താൽ മതി ആൽഫ ആർബിറ്റിൻ സിറം. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ടാനിങ് മാറ്റാനായിട്ട്. രണ്ടാമത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് സൺസ്ക്രീൻ. ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആൽഫ ആർബിറ്റിൻ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടാനിങ് മാറ്റാനായിട്ട് പോകുന്നില്ല. ഉള്ള ടാനിങ്ങിനെ മാറ്റാനായിട്ട് ആൽഫ ആർബിറ്റിൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന സണ്ണിനെ ടാനിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് സൺസ്ക്രീൻ ആവശ്യമാണ്. ഇതുകൂടാതെ നിങ്ങൾ വീക്കിലി വൺസിൽ, അതായത് നമ്മൾ വീക്കെൻഡ്സിൽ നമ്മൾ എക്സ്ഫോളിയേഷൻ നടത്തുമ്പോൾ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനിലോട്ട് ആഡ് ചെയ്യാം. ഇത് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ വരുന്നത് ഉള്ള പിഗ്മെന്റേഷൻ തടയാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡിന് പകരം ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ വിറ്റാമിൻ സി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സൺ പ്രൊട്ടക്ഷൻ വരുന്നത്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോമൺ കാര്യമാണത്. വിറ്റാമിൻ സി നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന ഫ്രീ റാഡിക്കൽസ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൺലൈറ്റിൽ നിന്ന് ഫ്രീ റാഡിക്കൽസ് വരും. ഇത് നമ്മുടെ സ്കിന്നിനെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള കൊളാജിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിന്നെ മൈന്യൂട്ട് ആയിട്ട് പിഗ്മെന്റേഷനും വരുത്തും. ഇത് തടയാനായിട്ട് വിറ്റാമിൻ സി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ വിറ്റാമിൻ സിക്ക് പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഓക്സിഡൈസ് ആയിപ്പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ടാനിങ്ങിൽ പറയുമ്പോഴത്തേക്ക് ആൽഫ ആർബിറ്റിനും ഗ്ലൈക്കോളിക് ആസിഡാണ് നമ്മൾ ഡെഫിനറ്റ്ലി ടാനിങ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നയാസിനമൈഡ് സിറം കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഏത് ഇൻഗ്രീഡിയൻറ്റ് കറന്റ് റൊട്ടീനിൽ യൂസ് ചെയ്യുന്നുണ്ടോ അതിന്റെ കൂടെ ആൽഫ ആർബിറ്റിൻ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്കിൻ ഡാമേജ് ഒന്നും വരാനായിട്ടും പോകുന്നില്ല. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 3 മന്ത്സിലൊക്കെ തന്നെ നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള ടാനിങ് ആണെങ്കിൽ 3 മന്ത്സൊക്കെ നമുക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടും. പക്ഷെ കുഞ്ഞു കുഞ്ഞു ടാനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 3 വീക്സ് തന്നെ ചെറുതായിട്ടൊക്കെ റിസൾട്ട് കണ്ടും തുടങ്ങും. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കിന്നിനെ നമുക്ക് ഈ വെയിലത്ത് നമുക്കൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റാൻഡം ആയിട്ട് ഫേസ് മിസ്റ്റുകൾ യൂസ് ചെയ്യാമെന്ന്. അപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഞാൻ യൂസ് ചെയ്യുന്ന പ്ലമ്മിന്റെ വിറ്റാമിൻ സി ഫേസ് മിസ്റ്റ് ആണ്, ഇത് യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടെന്ന്. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് മിസ്റ്റ് യൂസ് ചെയ്യും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനകത്ത് വിറ്റാമിൻ സി അതല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റായിട്ടുള്ള ഗ്ലൈക്കോളിക് ആസിഡോ ലാക്റ്റിക് ആസിഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ റാൻഡം ആയിട്ട് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓവറായിട്ട് ഫീൽ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഒന്ന് എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റായി നമ്മുടെ സ്കിൻ ഓവർ എക്സ്ഫോളിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ 1-2 തവണയൊന്നും ആയിരിക്കും. ചിലപ്പോൾ ടോണേഴ്സിലൊക്കെ വളരെ കുറച്ച് കോൺസെൻട്രേറ്റ് ആയതുകൊണ്ട് 1-2 തവണ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ഫേസ് മിസ്റ്റ് ഒരു ദിവസം 3-4 തവണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഓവർ എക്സ്ഫോളിയേഷൻ ആവും. ഒരുപാട് നാൾ ഒരുമിച്ച് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ വിറ്റാമിൻ സി എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഇൻഗ്രീഡിയന്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ
വീഡിയോയിൽ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ വിറ്റാമിൻ സി ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് പെട്ടെന്ന് ഓക്സിഡൈസ് ആയിപ്പോകും. അപ്പൊ നിങ്ങൾ ഇൻ കേസ് ഈ ഒരു മിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫേസിൽ വീണ്ടും ടാനിങ്ങിലോട്ട് നീട്ടും. കാരണം ഈ ഓക്സിഡൈസ് ആകുമ്പോഴത്തേക്ക് വിറ്റാമിൻ സി ഓക്സിഡൈസ് ആകും, അത് നമ്മുടെ ഫേസിനെ ഒന്ന് ഡാർക്ക് ആക്കും. അപ്പൊ അതുകൊണ്ടാണ് വിറ്റാമിൻ സി പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഫേസ് മിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ വിറ്റാമിൻ സി അടങ്ങിയ ടോണേഴ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ഈ റീഅപ്ലിക്കേഷന് വേണ്ടിയിട്ട്, ഫേസ് മിസ്റ്റ് ഒക്കെ റീഅപ്ലൈ ചെയ്യാനായിട്ട്. അതിന് പകരം നമുക്ക് അല്ലാത്തത് ഹൈഡ്രേറ്റ് ചെയ്ത ഹൈഡ്രോണിക് ആസിഡ് അടങ്ങിയത്, നയാസിനമൈഡ് അടങ്ങിയതൊക്കെ യൂസ് ചെയ്യാം. നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലിയാണ്, നിങ്ങൾക്ക് ഓയിൽ കാരണം ഇറിറ്റേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേസുകൾ യൂസ് ചെയ്യാം. അത് ഏറ്റവും നല്ലൊരു സോഴ്സ് ആണ് നമുക്ക് ഫേസ് ഹൈഡ്രേഷൻ തരാനായിട്ടും പിന്നെ ആ ഒരു നമുക്ക് സ്വെറ്റ് കാരണമുള്ള ഇറിറ്റേഷൻസ് മാറ്റാനായിട്ട്. അപ്പൊ വിറ്റാമിൻ സി എന്ന് അവോയ്ഡ് ചെയ്യുക, ബാക്കിയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. ഇനി വേറൊരു കാര്യം ഞാൻ ഫേസ് മിസ്റ്റ് യൂസ് ചെയ്യാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ചൂട് വരുമ്പോൾ വിയർക്കുമ്പോൾ നമ്മൾ റാൻഡം ആയിട്ട് വെള്ളം ഫേസിലോട്ട് അപ്ലൈ ചെയ്യാവുന്നത്. അപ്പോൾ ഓവറായിട്ട് ഇപ്പൊ ഒരു ദിവസം എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ 2 തവണ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്ലാഷ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒന്നിൽ കൂടുതൽ ഇപ്പൊ നമ്മൾ ഒരു ദിവസം അത് ഓക്കെ ഫൈൻ, പക്ഷെ എല്ലാ ദിവസവും 3 തവണ ഫേസ് വാഷ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ നോർമൽ ഡ്രൈ സെൻസിറ്റീവ് സ്കിൻ ആണ്, നിങ്ങൾ ഓവറായിട്ടൊക്കെ ഫേസിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം വെള്ളം നനയ്ക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ഓയിൽ പോകും. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഓവറായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഓവർ ആവുമ്പോൾ നമ്മുടെ സ്കിൻ ബാരിയർ ചിലപ്പോൾ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം വെള്ളം യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് ഇതുപോലത്തെ ഹൈഡ്രേറ്റിംഗ് മിസ്റ്റുകളോ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കൺസേൺ ബംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, സൺസ്ക്രീൻ ഞാൻ നൈറ്റ്ലി യൂസ് ചെയ്യും ഇഷ്യൂ ഉണ്ടോ എന്ന്. സൺസ്ക്രീൻ നൈറ്റ്ലി യൂസ് ചെയ്യാം, നല്ലതാണ്. എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ നൈറ്റ് കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്, കാരണം ഉറങ്ങുന്നതിന് മുന്നേ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, പുറത്തു പോകുന്ന ആൾക്കാർ, നമ്മൾ രാത്രി പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് സൺസ്ക്രീൻ നല്ലതാണ്. കാരണം സണ്ണിൽ നിന്ന് മാത്രമല്ല UV ലൈറ്റിൽ നിന്നുകൾ, അതായത് നമ്മൾ ഈ LED ലൈറ്റ് അഴുക്കായിട്ടുള്ള ലൈറ്റ്സുകളില്ലേ, നമ്മൾ ഈ ബ്ലൂ ലൈറ്റ്സ് ഒക്കെ, അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ ഡയറക്റ്റ്ലി ഉറങ്ങാൻ പോവാണ്, ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കിടക്കാൻ പോവാണെങ്കിൽ നമുക്ക് നൈറ്റിൽ സൺസ്ക്രീൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ എപ്പോഴും സ്ലീപ്പിംഗ് പൊസിഷനിലോട്ട് പോകുമ്പോൾ നമ്മുടെ ബോഡി റെസ്റ്റിലാണ്. അപ്പോഴാണ് നമ്മുടെ ബോഡി ഹീലിങ്ങിനൊക്കെ റിപ്പയറിംഗ് ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ സ്കിന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് തന്നെ അറിയാം സൺസ്ക്രീൻ നമ്മുടെ ടോപ്പ് ലെയറിൽ ഇരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് നേരം നമ്മൾ രാവിലെ എണീച്ചിട്ട് പ്രോപ്പറായിട്ട് അത് വാഷ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പോസ് അടയും. മാത്രമല്ല രാത്രി സൺസ്ക്രീൻ ഇട്ട് രാവിലെ നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്യേണ്ടി വരും. രാവിലെ ഡബിൾ ക്ലെൻസ് ചെയ്യണം, വീണ്ടും രാവിലെ ഇട്ട സൺസ്ക്രീൻ വരെ ഡബിൾ ക്ലെൻസ് ചെയ്യണം. അപ്പൊ ഓവർ സ്ട്രിപ്പിംഗ് ആവും നമ്മുടെ സ്കിൻ. അപ്പൊ അനാവശ്യമായിട്ട് നമ്മുടെ ഫേസ് ഓവർ സ്ട്രിപ്പ് ചെയ്ത് സ്കിൻ ബാരിയർ ഡാമേജ് ചെയ്യേണ്ട ആവശ്യമില്ല. രാത്രി ഉറങ്ങാൻ പോവാണെങ്കിൽ സൺസ്ക്രീൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. നൈറ്റിലൊക്കെ നിങ്ങൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നൈറ്റ് വർക്കൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ഇഷ്യൂ ഇല്ല. പക്ഷെ ഒരു കാര്യം ചെയ്യുക, നെക്സ്റ്റ് മോർണിംഗ് വന്നിട്ട് നിങ്ങൾ ഫേസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് നെക്സ്റ്റ് മോർണിംഗ് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പം നന്നായി ഡബിൾ ക്ലെൻസ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ മാത്രം മോർണിംഗിൽ ഒന്ന് കൊടുക്കുക. എന്നിട്ട് സൺസ്ക്രീൻ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഇടുക. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഫേസിൽ അധികം സൺലൈറ്റ് അടിക്കുന്നില്ലല്ലോ, നമ്മൾ നന്നായിട്ട് കർട്ടനൊക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് SPF-ന്റെ അധികം തിക്കായിട്ടുള്ള SPF-ന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ലൈറ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ മാത്രമല്ല നമ്മൾ അധികം പുറത്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മുഖത്ത് അധികം സാധനങ്ങളൊന്നും മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ കൊടുക്കാത്തതാണ് നല്ലത്. കാരണം മോർണിംഗിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ അപ്പൊ ഹീൽ ആവുന്നത്. അപ്പൊ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം നൈറ്റ് വർക്ക് ഉണ്ടെങ്കിൽ സൺസ്ക്രീൻ ഫോളോ അപ്പ്, രാത്രി ഉറങ്ങാൻ പോവാണെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ്റെ ആവശ്യമില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നെക്കിൽ വരുന്ന പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് എന്ത് ചെയ്യുന്നു? ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമാണ് നെക്ക് പിഗ്മെന്റേഷൻ. അപ്പൊ എന്തെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിന്റെ ബേക്കിൽ കറുപ്പ് വരുമ്പോൾ എല്ലാവരും വിചാരിക്കും അഴുക്കിരിക്കുകയാണ്, കാരണം നമ്മൾ കുളിക്കുമ്പോൾ പരിവയ്ക്ക് കുളിക്കാനിട്ടാണ്. അഴുക്കിരിക്കുന്നതിൽ ചിലപ്പോൾ നമ്മുടെ ബേക്കിൽ പിഗ്മെന്റേഷൻ വരുന്നതായിരിക്കും. അത് പാരമ്പര്യമായിട്ട് വരാം. നിങ്ങൾ കഴുത്തിലിടുന്ന മാല, അല്ലെങ്കിൽ നിങ്ങൾ കോളറുള്ള ഡ്രസ്സ്, ടൈറ്റ് ആയിട്ടുള്ള ഹൈനെക്ക് ടോപ്പുകളൊക്കെ ഇടുന്നതുകൊണ്ട് വരാം. സണ്ണടിക്കുന്നത്, നമ്മൾ മുടിയൊക്കെ പൊക്കി കെട്ടും, പക്ഷെ നമ്മൾ കഴുത്തിന്റെ ബേക്കിൽ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ ഇല്ലെങ്കിൽ അത് കാരണം വരാം. ഒബിസിറ്റി, ഡയബറ്റിക് മെൽറ്റസ് കാരണം വരാം. വിറ്റാമിൻ ബി ഡെഫിഷ്യൻസി കൊണ്ട് വരാം. ഇതൊന്നും ഇല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് ഈ ഒരു ഡാർക്ക്നെസ് വരാം. അപ്പൊ ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് പിക്ക് ചെയ്തെടുക്കാൻ എളുപ്പം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് ആദ്യമേ മനസ്സിലാക്കാം. അതിനുശേഷം എല്ലാ ദിവസവും രാത്രി ഗ്ലൈക്കോളിക് ആസിഡ് 6ന്റെ ക്രീമോ അതല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണറോ കഴുത്തിന്റെ ബേക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഫേസ് ബോഡിയിൽ ഫോളോ അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് HA-BHA മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ മിനിമലിസ്റ്റിന്റെ നാസിനമൈഡ് മോയ്സ്ചറൈസറോ അത് നമ്മുടെ വാസലിന്റെ ഗ്ലൂട്ടാഹയ മോയ്സ്ചറൈസേഴ്സോ അങ്ങനെ ഏതെങ്കിലും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ നമുക്കൊരു ലാക്റ്റിക് ആസിഡ് അടങ്ങിയ മോയ്സ്ചറൈസേഴ്സ് ഉണ്ടല്ലോ,
സുഗന്ധയുടേതോ അതല്ലെങ്കിൽ നമ്മുടെ ഏതിന്റെ ബി ബോഡി വേസിന്റെ ലാക്റ്റിക് ആസിഡ് ബോഡി മോയിസ്ചറൈസർ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ ലാക്റ്റിക് ആസിഡ് ബോഡി മോയിസ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഗ്ലൈക്കോസിക്സ് വിട്ടിട്ട് ലാക്റ്റിക് ആസിഡ് ഇടുമ്പോൾ ഓവർ എക്സ്പോളേഷൻ ഫീൽ ആവുന്നു എന്നുണ്ടെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബോഡി മോയിസ്ചറൈസറിനേക്കാളും മറ്റതാണ് നല്ലത്. നിങ്ങൾക്ക് ഫീൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. കാരണം കഴുത്തിന്റെ ബേക്കിലായതുകൊണ്ട് നമുക്ക് 6 എബോ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. 6-7% എബോ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം. ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ചില ആൾക്കാരുടെ സ്കിൻ അത് സേഫ് ആവണമെന്നില്ല. കാരണം ബോഡി സ്കിൻ സെൻസിറ്റിവിറ്റി പേഴ്സൺ ടു പേഴ്സൺ മാറുമല്ലോ. അപ്പൊ എക്സ്ട്രീംലി സെൻസിറ്റീവ് സ്കിൻ ആണ്, നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലാക്റ്റിക് ആസിഡ് ബോഡി മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറിയ അടങ്ങിയ ബോഡി മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്താലും മതി. അപ്പൊ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ് പിഗ്മെന്റേഷൻ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഈ കഴുത്തിന്റെ ബേക്കിലെ തൊലി നല്ല കട്ടിയായിട്ടിരിക്കുന്ന കാരണം ചില സമയത്ത് നമുക്ക് ഈ ആ കട്ട് കാരണം നമുക്ക് പിഗ്മെന്റേഷൻ ആയിട്ടും ഫീൽ ചെയ്യും. അപ്പൊ എക്സ്ഫോളിയേഷൻ നടക്കുമ്പോൾ ആ പിഗ്മെന്റേഷൻ മാറുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഡെഫിനറ്റ്ലി വീക്ക്ലി വൺസ് കുളിക്കുമ്പോൾ നല്ല എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള സ്ക്രബുകൾ. ഏറ്റവും നല്ലത് ബി ബോഡി വേസിന്റെ H10% സ്ക്രബാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കെമിസ്ട്രി പ്ലേയുടെ കോഫി സ്ക്രബോ വെച്ചിട്ട് അവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ആ 2 ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം കെമിക്കൽ പീൽസുകളില്ലേ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന HA പീൽസ് ഹൈ കോൺസെൻട്രേഷൻ ഉള്ള അതും അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ 2 സ്ക്രബ് എക്സ്ഫോളിയേഷൻ പ്രോസസ്സും അതായത് HA പീലിങ്ങും അല്ലെങ്കിൽ സ്ക്രബുകളും ഒക്കെ നിങ്ങൾ നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് മസ്റ്റ് ആയിട്ട് ഒരു ബോഡി മോയിസ്ചറൈസറോ അതല്ലെങ്കിൽ ബോഡി സൺസ്ക്രീനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഇടുന്ന സൺസ്ക്രീനോ അവിടെ ഇടുക. റീ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. രാത്രി കിടക്കുമ്പോഴത്തേക്ക് കഴുത്ത് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ കട്ടികളോ മാലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് രാത്രി കിടക്കുമ്പോൾ അത് ഊരി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ മാറാനായിട്ട് പറ്റും. പിന്നെ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സോ എടുക്കാനും മറക്കണ്ട. സ്ട്രെച്ച് മാർക്സ് മാറ്റാനായിട്ടുള്ള ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ഒരുപാട് പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബയോ ഓയിൽ യൂസ് ചെയ്താൽ സ്ട്രെച്ച് മാർക്സ് മാറുന്നു. ബയോ ഓയിലിനകത്ത് വിറ്റാമിൻ എ ഇൻഗ്രീഡിയന്റ് ഉണ്ട് എന്ന് പറയുന്നത്, പക്ഷെ അത് വളരെ കുറച്ച് മാത്രമേ അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് നോക്കിയാൽ ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഇത് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള സാധനമല്ല. അത്രയും കുറച്ചായതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല അവർ പറയുന്ന കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ബയോ ഓയിൽ അത്രയും പ്രശ്നം ഉണ്ടാണ്ട് പോണത്. പക്ഷെ ബയോ ഓയിൽ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ വീട്ടിൽ കിട്ടുന്ന ഏതൊരു എണ്ണയും തേച്ച് കഴിഞ്ഞാലും നമുക്ക് സ്ട്രെച്ച് മാർക്സിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാം. കാരണം എന്തെന്ന് വെച്ചാൽ സ്ട്രെച്ച് മാർക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് സ്കാറാണ്. അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ സ്കിന്നിലെല്ലാം പിടിച്ചെടുത്ത കൊളാജൻ എന്ന് പറയുന്ന സാധനമാണ്. നമ്മുടെ സ്കിൻ സ്ട്രെച്ച് ആകുമ്പോഴത്തേക്ക് ഇത് പൊട്ടും. കാരണം പൊട്ടുമെന്ന് വെച്ചാൽ പെയിൻ ഒന്നും ഉണ്ടാകും, ഇത് വലിയാൻ തുടങ്ങും. ഈ വലിയുമ്പോഴാണ് നമുക്ക് ഈ സ്ട്രെച്ച് മാർക്സുകൾ ഉണ്ടാകുന്നത്. മസിൽസ് ഒക്കെ വലുതാകുമ്പോഴാണല്ലോ നമുക്ക് ആ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാനായിട്ട് ഒരു സ്ട്രെച്ച് മാർക്സ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സ്കിന്നിൽ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ബോഡി ലോഷൻ ആവാം, ബോഡി മോയിസ്ചറൈസർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുന്ന സാധാരണ ബോഡി ഓയിൽസ് വരെ ആവാം. ഇത് വെച്ചിട്ട് നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രഗ്നൻസി ലേഡി ആണെങ്കിൽ സ്കിന്നിൽ നന്നായിട്ട് നിങ്ങളുടെ ബമ്പുകളില്ല, ബമ്പിൽ നന്നായിട്ട് ഓയിൽസ് തേക്കാനായിട്ട് ശ്രദ്ധിക്കാം. 1. 2 നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റെറ്റിനോൾസ്. റെറ്റിനോൾ ഫേസിൽ ഉപയോഗിക്കുന്ന റെറ്റിനോളിൽ ഹൈ കോൺസെൻട്രേഷൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്താൽ മതി. പക്ഷെ പ്രഗ്നൻസിയുടെ സമയത്ത്, ലാക്ടേറ്റിങ്ങിന്റെ സമയത്ത്, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ സാധനം യൂസ് ചെയ്യാതിരിക്കുക ശ്രദ്ധിക്കുക. 21 വയസ്സുള്ള ആൾക്കാരാണെങ്കിലും സ്ട്രെച്ച് മാർക്സ് ഉണ്ടായാലും നിങ്ങൾക്ക് ബോഡിയിൽ റെറ്റിനോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫേസിൽ യൂസ് ചെയ്യാൻ നിൽക്കണ്ട, ബോഡിയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. റെറ്റിനോൾ നൈറ്റിൽ യൂസ് ചെയ്യുക. ദെൻ നിങ്ങളുടെ മോയിസ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. ശരീരത്തെ എവിടെയെങ്കിലും ആണെങ്കിൽ, ഫേസിലാണെങ്കിൽ 21 ഉള്ള ആൾക്കാരും റെറ്റിനോൾസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതിനുശേഷം നിങ്ങൾ എന്നും കുളിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ റെറ്റിനോൾ ഇടുക. നിങ്ങളുടെ കുളിച്ചു കഴിഞ്ഞിട്ട് റെറ്റിനോൾ ഇട്ടതിന് ശേഷം നിങ്ങളുടെ ബോഡി മോയിസ്ചറൈസർ കൊണ്ടും ഓയിൽസ് കൊണ്ടും അങ്ങ് കുളിപ്പിച്ച് കിടത്തുക. എന്നിട്ട് നന്നായിട്ട് ഒതുങ്ങി ആ സ്ഥലം നന്നായിട്ട് ഇതാക്കുക. എന്നിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് ഓയിൽസ് തേച്ചാലും മതി, കുഴപ്പമില്ല. പക്ഷെ എപ്പോഴായിട്ടും സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ സ്കാറിങ് മാറ്റാനായിട്ട് പറ്റും. ബയോ ഓയിൽ സ്കാറിങ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ല. ബയോ ഓയിലിന് പകരം നിങ്ങൾ സാധാരണ ഓയിൽ യൂസ് ചെയ്താലും സെയിം എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അത്രേ ഉള്ളൂ. മാത്രമല്ല ബയോ ഓയിലിന് ഒരുപാട് ഫ്രാഗ്രൻസ് ഉണ്ട്. നമ്മൾ ലോങ് ടേമിൽ അത് യൂസ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. ഞാൻ പേഴ്സണലി ബയോ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത്. സോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബേസിക് Q&A. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് Q&Aയിൽ തീർക്കാം. അതല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള ആൾക്കാർക്ക് കൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഇഷ്ടപ്പെട്ട അതും കമന്റ് ബോക്സിൽ പറയാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സന്യു.